ഡാർക്ക് സ്പോട്ട്സ്, ആക്നെ മാർക്ക്, ടാനിങ്, അൺഈവൻ സ്കിൻ ടോൺ ഇതിനെയൊക്കെ മാറ്റാൻ പറ്റും ഒരു സിറം തപ്പി നടക്കുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ പേര് ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിറം എന്ന് പറയുന്നത് സ്കിൻ 1004ന്റെ ടോൺ ബ്രൈറ്റനിങ് ക്യാപ്സ്യൂൾ ആംബ്യൂളിനെ പറ്റിയിട്ടാണ്. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം, ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണ്, ഇതിന്റെ മേഖലയിലെ സയൻസ് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇത് ഒരു ബ്രൈറ്റനിങ് ആംപ്യൂൾ ആണ്. ഇത് ഫോക്കസ് ചെയ്യുന്ന എന്തിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ മാറ്റുക, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ തരിക, അതുപോലെ സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യുക. ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ 4% നയാസിനമൈഡ്, 2% ട്രാൻഎക്സാമിക് ആസിഡ്, മെയ്ഡ് ബൈ ടെക്നോളജി, അതുപോലെ തന്നെ സെൻഡെല്ല ഏഷ്യാറ്റിക്ക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സെൻസിറ്റീവ് സ്കിൻ കാര്യം കൂടെ ഫോക്കസ് ചെയ്തിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ആംപ്യൂൾ ആണെന്ന്. നിയാസിനമൈഡ് എന്ന് പറയുന്നത് സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് 4% കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇറിറ്റേഷൻ കുറയുകയും ചെയ്യും, എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ആക്നെ സ്പോട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ട്, അതുപോലെ തന്നെ സ്കിൻ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്, സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന റെഡിഷ്നെസ് ഇല്ലേ അത് കുറയ്ക്കാനായിട്ടും നിയാസിനമൈഡ് ഈ 4% നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. എനിക്കറിയാം നമ്മൾ കേൾക്കുമ്പോൾ 10% അല്ലേ നല്ലതെന്ന് പറയും. ഒരു ബിഗിനറിന്റെ പോയിന്റ് ഓഫ് വ്യൂല്, അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻകാരുടെ പോയിന്റ് ഓഫ് വ്യൂല്, അല്ലെങ്കിൽ ഒരു സിറത്തിൽ മൾട്ടിപ്പിൾ ഓഫ് ഇൻഗ്രീഡിയൻസ് വരുമ്പോഴത്തേക്ക് 4% നിയാസിനമൈഡ് ആവശ്യമേ നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 4% എനിക്ക് അത്യാവശ്യം നല്ലൊരു കോൺസെൻട്രേഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ആംപ്യൂളിനകത്ത് പേഴ്സണലി ഹീറോയിക് ഇൻഗ്രീഡിയന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്തുള്ള 2% ട്രാൻഎക്സാമിക് ആസിഡ് ആണ്. ട്രാൻഎക്സാമിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് ആക്നെ മാർക്സ് മാറ്റാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ വരുന്ന ഒരു പരിധിയിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ, സൺ സ്പോട്ടുകൾ, അതായത് സണ്ണിന്റെ പ്രസൻസ് വരുന്ന സ്പോട്ടിൽ അത് മാറ്റാനായിട്ട്, അതുപോലെ മെലാസ്മയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു 2% ട്രാൻഎക്സാമിക് ആസിഡ് എഫക്റ്റീവ് ആണ്. ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് ഒന്നും കിട്ടത്തില്ല, പക്ഷെ ഗ്രാജുവലി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ മനസ്സിലാവും. പിഗ്മെന്റേഷൻ റെഡ്യൂസിങ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സെൻഡെല്ല ഏഷ്യാറ്റിക്ക, അതുപോലെ മെഡോകാസോസൈഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിൻ ബാരിയർ റിപ്പയർ ഉണ്ട് നടക്കുന്നുണ്ടല്ലോ, അതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ റെഡിഷ്നെസ് ഒക്കെ വരണമെങ്കിൽ അത് മാറ്റാനായിട്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെൻസിറ്റീവ് സ്കിൻകാരെ ഒന്ന് കംഫർട്ടബിൾ ആക്കാനായിട്ടും, ആ സ്കിന്നിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കാനായിട്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് സെൻഡെല്ല ഏഷ്യാറ്റിക്ക അല്ലെങ്കിൽ മെഡോകാസോസൈഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയന്റ് ഒളിഞ്ഞിരിപ്പുണ്ട്, ഞാൻ ആദ്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് 3-O-ethyl ascorbic ആസിഡ്. പേര് കേട്ട് ഞെട്ടേണ്ട, നമ്മുടെ വിറ്റാമിൻ സി അതിന്റെ ഏറ്റവും സ്റ്റേബിൾ ഫോമാണ് ഈ 3-O-ethyl ascorbic ആസിഡ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയട്ടെ. നമ്മുടെ ഓൾറെഡി ഉള്ള ഇൻഗ്രീഡിയൻസിനോട് ഈ ഒരു വിറ്റാമിൻ സിയുടെ സ്റ്റേബിൾ ഫോമും കൂടെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടും. കൂടാതെ നമുക്ക് ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും, പിഗ്മെന്റേഷൻ മാറ്റുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു സ്കിൻ ബ്രൈറ്റ്നസിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു ഒളിഞ്ഞിരിക്കുന്ന എന്ന ഹീറോയിക് പ്രൊഡക്റ്റ് ആയിട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇത് ഒരു പിഗ്മെന്റേഷൻ റെഡ്യൂസിങ് സിറം ആണെങ്കിലും ഹൈഡ്രേഷന്റെ കാര്യത്തിലും അവരൊട്ടും പിന്നോട്ട് പോയിട്ടില്ല. ഗ്ലിസറിൻ, പാന്തനോൾ, ബീറ്റൈൻ, സൈലിറ്റൈൽ ഗ്ലൂക്കോസൈഡ്, അതുപോലെ തന്നെ സൈലിറ്റോൾ പോലെയുള്ള ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസും അവർ സ്കിൻ ഈ ഒരു ആംബ്യൂളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ അതിന് മാക്സിമം ഹൈഡ്രേഷൻ കിട്ടണം. അപ്പോൾ ആ ഹൈഡ്രേഷന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസും അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആർക്കൊക്കെയാണ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ആക്നെ മാർക്സ് ഉണ്ടെങ്കിൽ, അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ, ഡൾ സ്കിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓയിലി സ്കിൻ ആണ് വിത്ത് പിഗ്മെന്റേഷൻ, പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക്, സെൻസിറ്റീവ് സ്കിൻകാർക്ക്, അതുപോലെ മെലാസ്മ അതല്ലാത്ത ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഒക്കെ ഇതൊരു സപ്പോർട്ടിംഗ് ഫാക്ടർ ആയിട്ടും ഹെൽപ്പ് ചെയ്യും. ഈവൻ ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യും, പക്ഷെ നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഹൈഡ്രേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇത് ആരൊക്കെ അവോയ്ഡ് ചെയ്യണം? ഒരു ഇൻസ്റ്റന്റ് ഫെയർനെസ് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നില്ല. ഡീപ് പിഗ്മെന്റേഷൻ ആൾക്കാർ അത് പെട്ടെന്ന് മാറണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവർക്കും ഇത് ഉപകാരപ്പെടാൻ പോകില്ല. പിന്നെ നിങ്ങളുടെ ഫേസിൽ ഓപ്പൺ വുണ്ട്, അലർജീസ്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, ആക്റ്റീവായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. റിസൾട്ട് കിട്ടും. ഇപ്പൊ ഇനി യൂസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് റിസൾട്ട് ഡെഫിനറ്റ്ലി കിട്ടും, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഈ ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള പേഷ്യൻസും നിങ്ങൾക്ക് വേണം. ഒരു സമാധാനത്തോടുകൂടി യൂസ് ചെയ്യണം. അല്ലാണ്ട് പെട്ടെന്ന് ഇത്രയും ഞാൻ
വാങ്ങിച്ചതല്ലേ, പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അപ്പൊ എനിക്ക് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല അങ്ങനെ വിചാരിക്കും. ഇത് മോഡറേറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻസേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ കൊടുത്തിരിക്കുന്നത് നമുക്ക് റിസൾട്ട് തരുന്ന രീതിക്കുമാണ്. അപ്പൊ ഒന്ന് പതുക്കെ ഒന്ന് വെയിറ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ചേഞ്ച് നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സ്കിൻ കെയറിൽ ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ മോർണിംഗിലാണെങ്കിൽ മോർണിംഗിൽ ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ആംപ്യൂൾ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ മോയ്സ്ചറൈസർ, ദെൻ നിങ്ങളുടെ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടോ സ്കിൻ ഡൾനെസ്സോ അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ ശരിയാക്കാനോ ഒക്കെ ആയിട്ടാണ് ഒരു സിറം യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സൺസ്ക്രീൻ. നൈറ്റ് ആണെങ്കിലും ഫേസ് വാഷ് ചെയ്യുക, ആംപ്യൂൾ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ഓവറോൾ ഇൻഗ്രീഡിയൻറ്റ് വൈസ് നോക്കുമ്പോൾ ഇതൊരു നല്ല ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ആന്റി പിഗ്മെന്റേഷൻ സിറം തന്നെയാണ്. കാരണം ഒന്നിൽ കൂടുതൽ പിഗ്മെന്റേഷൻ മാറ്റാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു മോഡറേറ്റ് ലെവലിലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം 10% നിയാസിനമൈഡ് എന്നല്ല, 4% നിയാസിനമൈഡാണ്. ട്രാൻഎക്സാമിക് ആസിഡ് വരെ അവർ 2% യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, സ്കിൻ ഇറിറ്റേഷൻസ് കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് നിന്ന് നമ്മുടെ സ്കിന്നിനെ രക്ഷപ്പെടുത്താനായിട്ട്, കാരണം ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഉള്ള രീതിയിലാണ് അവരിത് ഫോമുലേറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മിറക്കിൾ പ്രൊഡക്റ്റ് ഒന്നുമല്ല. പക്ഷെ പ്രോപ്പർ ആയിട്ടൊരു സ്കിൻ കെയറിന്റെ കൂടെയാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതെയാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിന്നിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഞാൻ എപ്പോഴും ഒരു സ്കിൻ കെയർ യൂസ് ചെയ്തിട്ട് അതിന്റെ കൂടെ സിറം യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ സിറത്തിന് മാത്രം ഫംഗ്ഷൻ ഇല്ലേ എന്നുള്ളത്. ഒരു സിറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ സ്കിൻ ക്ലീൻ ആയിട്ടിരിക്കണം, സ്കിൻ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സിറം കൊണ്ട് റിസൾട്ട് കിട്ടൂ. അതുകൊണ്ടാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യണം അല്ലെങ്കിൽ പ്രോപ്പർ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിട്ട് അതിന്റെ കൂടെ സിറം യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അല്ലാണ്ട് സിറം റിസൾട്ട് തരാത്തത് കൊണ്ടല്ല. അതൊരു ഡിപ്ലോമാറ്റിക് ടേക്ക് അല്ല, ഒരു കറക്റ്റ് ടേക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഷെയർ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഈ പ്രൊഡക്റ്റ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഇതുപോലെ ഏതെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റ് വൈസ് തന്നെ നോക്കി പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ല ട്യൂസ്ഡേ തേഴ്സ്ഡേ സൺഡേസിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. അത് ചോദിക്കുന്ന ഡൗട്ട് ഞാൻ എല്ലാ ട്യൂസ്ഡേയുടെ Q&A തീർക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.